ആരായിരിക്കും പറ പറ ഉറപ്പല്ലേ നിഷാദെ ആരായിരിക്കും ഉറപ്പടോ കാണോട്ടാ സിദ്ദീഖ് ആരായിരിക്കും സിദ്ദീഖ് ആരായിരിക്കും കേരളം കേരളം അപ്പം എല്ലാവരും എക്സിറ്റ് പോൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. അപ്പം എക്സിറ്റ് പോളുകളിൽ UDF അധികാരം ലഭിക്കും, ഇടതുപക്ഷത്തിന് ഭരണത്തുടർച്ച ഉണ്ടാകില്ല എന്നാണ് പ്രവചിക്കുന്നത്. പക്ഷെ നമ്മൾ ഓരോ എക്സിറ്റ് പോൾ നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാത്തിലും നെക്ക് മത്സരമാണ് കൂടുതലും പ്രവചിക്കുന്നത്. കാരണം 65 സീറ്റ് വരെയും ഇടതുപക്ഷത്തിന് വീണ്ടും ലഭിക്കാം, UDF 75 to 80 അതിൻ്റെ ഇടയിൽ കൂടെ സീറ്റ് ലഭിക്കാമെന്ന് പറയുന്നത്. അപ്പം 5-6 സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഇടതുപക്ഷത്തിന് വീണ്ടും ഭരണം ലഭിക്കാം എന്നാണ് നമുക്കത് മനസ്സിലാവുന്നത്. 10 വർഷം ഭരിച്ച സർക്കാരിന് വീണ്ടും 65 സീറ്റ് പ്രവചിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന അംഗീകാരം തന്നെയാണ്. കാരണം കേരളത്തിലെ ചരിത്രം 5 വർഷം മാറി ഭരിക്കുന്നൊരു സിസ്റ്റമാണ് കേരളത്തിൽ. പക്ഷേ 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ചിട്ടും വീണ്ടും 65 സീറ്റ് പ്രവചിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന അംഗീകാരം തന്നെയാണ്. ഇനി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ തന്നെ അതിന് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവാൻ ചാൻസ്. അതിലൊന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭരണവിരുദ്ധ വികാരമൊന്നും ഈ എക്സിറ്റ് പോൾ കണ്ടാകും മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെന്തെങ്ങനെ ഭരണം മാറാം, തുടർച്ചയായി 2 പ്രാവശ്യം ഭരിച്ച ഒരു സർക്കാരിനോടൊരു വിയോജിപ്പ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കേരള സിസ്റ്റം 5 വർഷമാണ്. അപ്പോൾ 10 വർഷം ഭരിച്ച് ഇനി ഒരു മാറ്റം ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ചേഞ്ച് വരാം. പിന്നെ രണ്ടാമത്തെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയൊരു പ്രാവശ്യം കൂടി UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ UDF ഒരു തകർച്ച സംഭവിക്കാം, അവിടെ സ്പേസിൽ BJP കയറും എന്നൊരു വിചാരം അല്ലെങ്കിൽ ഒരു ഭയം ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കാം. ഈ 2 ഉള്ളൂ നമുക്ക് അധികാരം നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരാനുള്ള കാരണമായിട്ട് എനിക്ക് മനസ്സിലായത്. എൻ്റെ അഭിപ്രായത്തിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ പിണറായി 3.0 സംഭവിക്കും. ഒരു 75 to 85 ഇടയിലുള്ള സീറ്റുകൾ നേടിക്കൊണ്ട് വീണ്ടും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ എൻ്റെ വിലയിരുത്തൽ. നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തൽ ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ റിസൾട്ട് കാണാം May 4. ഓക്കെ, ബൈ.